മേനെ പ്യാർ കിയ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇറ്റ്സ് എൻ ഓക്കെ വാച്ച്. ഭയങ്കര സംഭവം ഒന്നും പറയല്ല, എന്നാൽ ഭയങ്കര മോശമൊന്നും പറയല്ല. അൻ ഓക്കെ വാച്ച്. അപ്പോൾ ആര്യൻ എന്നുള്ള ഒരു പയ്യൻ്റെ ക്യാരക്ടറിൽ ബിൽഡാവുന്ന ഒരു യൂണിവേഴ്സാണ് ഈ സിനിമയ്ക്ക് ചുറ്റുമുള്ളത്. ആര്യൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഋതു ഹാരൂൺ, ഡയറക്ടർ ഫൈസൽ അങ്ങേര് തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ ആര്യൻ്റെ ക്യാരക്ടറിൻ്റെ പ്രേമവും അതിലേക്ക് വരുന്ന ഫ്രണ്ട്സും അതിൽ ഇൻവോൾവ് ആവുന്ന ഫാമിലിയും പിന്നെ അതിൻ്റെ സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്ന കുറച്ച് അധികം എലമെൻറ്റുകളൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ബാക്കി കാസ്റ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ അർജുനെ കാണാം. അർജുൻ ഇതിൽ ആദ്യം മുതൽ അവസാനം വരെ നല്ലൊരു റോളാണ് അർജുന് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അർജുൻ. അത് ചില തഗ്ഗുകളും ചില കൗണ്ടേഴ്സും ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അർജുൻ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയി. പിന്നെ നമ്മളുടെ മിതുട്ടി എന്നുള്ള പേര്, മിതുട്ടി അതന്നെ പേര്, ആവേശത്തിലെ ആ പയ്യൻ, അവനും ഓക്കെയാണ്. അഷ്കർ അലി ഹാവ് ഡൺ എ ഡീസൻറ്റ് ജോബ്, കുഴപ്പമില്ല. പിന്നെ ഇതിലെ ആക്ട്രസ് നായിക അല്ലേ പ്രീതി മുകുന്ദൻ, ഗുഡ് ജോബ്. അവരും ഒരു ഡീസൻറ്റ് സാധനമാണ്. അവർക്കൊരു തമിഴ് ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു തമിഴ് ലൈനിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ ക്യാരക്ടറും ഓക്കെയാണ്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പടം വളരെ എന്താ പറയുക അറിയോ, ഒരു സ്ലോ പേസിൽ കുറച്ചൊക്കെ വലിഞ്ഞ് എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയി. ടുവേർഡ്സ് ദി എന്താ പറയുക ഇൻട്രവൽ ഒരു ചെറിയൊരു സ്പാർക്ക് കിട്ടിയിട്ട് പടം ഒന്നും ഇങ്ങനെ ഇത് ഫസ്റ്റ് ഹാഫിൽ തീരുമോ കഥ, ഇനി സെക്കൻഡ് ഹാഫിൽ ഈ കഥ എന്താണെന്നുള്ളൊരു തോട്ട് ചെറുതായിട്ട് തോന്നുന്നു. അതായത് ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ കഥ എങ്ങനെ പോകും, സെക്കൻഡ് ഹാഫിലേക്ക് ഈ കഥ പോകണമെങ്കിൽ അത് നമ്മളെ തോട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വരണമല്ലോ. അങ്ങനെ സാധനം വരാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് മുതലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇപ്പോൾ എപ്പടി ഇറക്കും, എങ്ങനെ പോകും എന്നുള്ളത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഈ ലവ് ട്രാക്ക്, ഈ സാധനങ്ങൾ, ആ ഫ്രണ്ട് ബോണ്ട്, ഈ സാധനത്തിൽ നിന്ന് ട്രാക്ക് മാറിയിട്ട് ഇത് എഴുതി വന്നപ്പോൾ തന്നെ ഇവർ കഥ വേറെന്തോ ഇതിങ്ങനെ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ഒന്ന് സിനിമ വലുതാക്കാമെന്ന് വിചാരിച്ചിട്ടാവണം ഇതിൽ വേറെ കുറേ സാധനങ്ങളുണ്ട് ആഡായി. അതായത് ഈ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലേക്ക് ഈ സംഗതി കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി ഇവരതിലേക്ക് സിനിമയേക്കാൾ വലിയ കുറേ സാധനങ്ങൾ കൊടുന്നിട്ട പോലെ, ആ സിനിമയുടെ സ്റ്റോറിയേക്കാൾ വലിയ സാധനങ്ങൾ കൊടുന്നിട്ട പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് മൊത്തം എന്താ പറയുക ഓട്ടാണ്, ഒറ്റയടിക്ക് പടം ഓടും. പിന്നെ നമ്മൾ ഈ പടം തുടങ്ങി കണ്ടിന്യൂ ചെയ്യുന്ന ഈ ആര്യൻ്റെ ലവ് ട്രാക്കൊക്കെ അവിടെ കിടക്കും. പിന്നെ ഈ പടം ഓടുന്നത് നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് ഏത് യൂണിവേഴ്സിൽ ആരടാ ഇത് വരുന്നത്, ഇവൻ അങ്ങനത്തെ കുറേ ആൾക്കാർ വന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു പോയ ക്യാരക്ടേഴ്സിനൊന്നും ഒരു ഡെഫിനേഷനും ഇല്ല. ഒരു തരത്തിൽ അത് ആരാ എന്താന്ന് ഇപ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോകും. അന്ത വില്ലനാ ഇവനാരടാ അവനാരടാ ഒരു സംഗതി ഭയങ്കരമായിട്ടുള്ള. പിന്നെ അല്ലേ തിയേറ്ററിൽ സത്യം സെക്കൻഡ് ഹാഫ് തുടങ്ങി തമിഴ്നാട്ടിലേക്ക് കഥ മാറുമ്പോൾ മുതൽ പിന്നെ എങ്ങനെ എന്നുള്ളൊരു സാധനമാണ്. എവിടുന്നൊക്കെ ആരൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ആ ലവ് ട്രാക്ക് ഇങ്ങനെ പോയി, അത് തമിഴ്നാട്ടിൽ പോയി, പിന്നെ അവിടുന്ന് അത് കണ്ടിന്യൂ ചെയ്തിട്ട് അത് അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടിൽ കൊണ്ടുവന്ന് ഇട്ടാലും ഓക്കെ ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ ആയില്ല. അത് ഈ പറഞ്ഞ മാതിരി എന്ന് പറഞ്ഞ് പോയത് കൊണ്ട് തന്നെ അവിടെ ഞാൻ ആകെ ഇത് എന്തിന് എന്നുള്ളൊരു ചോദ്യത്തിൽ കൊണ്ടു നിർത്തി. പിന്നെ കുറച്ച് ക്യാമിയോസൊക്കെ ഇതിനകത്തുണ്ട്. ഒരു ഇമ്പാക്റ്റും എനിക്ക് പേഴ്സണലി ആ ക്യാമിയോസിനെ കൊണ്ടൊന്നും കിട്ടിയില്ല. ഒരു ഹൈയും തന്നില്ല ആ ഒരു ക്യാമിയോസ് ഒന്നും. സാധാരണ ഒരു ഇത്രയും സ്പെൻഡ് ചെയ്ത ക്യാമിയോ വരുമ്പോൾ അത് ബിൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ആ ഒരു സീൻ എലവേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് വേണം അതിനകത്ത്. അങ്ങനത്തെ ഒന്നുമില്ല. അത് ചുമ്മാ കാശ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊരു ക്യാമിയോ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ കിടക്കുന്നത് തന്നെ നമുക്കൊരു മെജോറിറ്റിയും സിനിമേൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നത് ഈ ലവ് ട്രാക്കാണ്. ആര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ലവ് ട്രാക്കിലാണ് പോകുന്നത്. അതെങ്ങനെ നടക്കുന്നു, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ളൊരു സംഗതിൻ്റെ മുകളിലാണ് ഈ സംഗതി പിടിച്ചുകൊണ്ട് പോകുന്നത്. ആൻഡ് പ്ലസ് ഇതിലെ ലീഡ് ഹീറോയിൻ ആയിട്ടുള്ള പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. അത് നിധി, ഇന്ന് രാവിലെ നിധിയായിരുന്നു, ഇതും നിധിയാണ്. രണ്ടും ഹീറോയിൻ ഒരേ പേരാണ് ഇതിനകത്ത്. അപ്പോൾ നിധി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അവരുടേതായിട്ടുള്ള ഒരു ലൈഫും അവരുടെ ലൈഫിലുള്ള കുറേ സംഗതികളും ആര്യൻ കടന്നു വരുന്നത് കൊണ്ട് അവരുടെ ലൈഫിൽ വരുന്ന കുറേ മാറ്റങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു ഐറ്റമൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇവർ വെക്കാൻ ഉദ്ദേശിച്ചു തോന്നുന്നു. വീണ്ടും ഞാൻ പറയുന്നത് അതിനിടയിൽ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കയറി വന്നുകൊണ്ട് അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് കണക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഡീസൻറ്റ് വാച്ച്. ചെയ്തവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ പറഞ്ഞ ആര്യൻ്റെ അച്ഛൻ കഥാപാത്രമായിട്ട് ചെയ്തൊരു വ്യക്തിയുണ്ട്, ഋതു ഹാരൂണിൻ്റെ അച്ഛനായിട്ട്. അങ്ങേര് കൊള്ളാടേ,
അങ്ങേര് കുറേ സിനിമയിലുണ്ട്, അങ്ങേര് നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തും കുറേ സീനുകൾ അങ്ങേരുടെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങേര് കൊള്ളാം. അപ്പോൾ ആകെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു ലാസ്റ്റിലേക്ക്, മൊത്തത്തിൽ ഇങ്ങോട്ട് ഓടിച്ചിട്ട് തീർക്കാനുള്ള ഒരു സംഗതിയായിട്ടാണ് തോന്നി. ഇന്നിപ്പോൾ ഈ ഓടും കുതിര ചാടും കുതിര കണ്ടുകൊണ്ടായിരിക്കണം എനിക്ക് ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആവറേജ് ഒരു ബിലോ ആവറേജ് സാധനത്തിൽ ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. ലൈക്ക് എന്നാലും ഓക്കെയാണ്, എനിക്ക് വർക്കാണ്, കുഴപ്പമില്ല, നമുക്ക് സമാധാനമുണ്ട്. കാരണം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തലവേദനയില്ല, സമാധാനക്കേടുമില്ല, ഓക്കെ എന്നുകൊണ്ട് നമുക്ക് ഒരു സിനിമ കണ്ടിറങ്ങിയൊരു ഫീലൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മറ്റതൊന്നും ആയിരുന്നില്ല മക്കളെ, മറ്റത് വൻ സീനായിരുന്നു മറ്റത്. അപ്പോൾ എന്താണെങ്കിലും ഓണമാണ്, ഇപ്പോൾ കുറേ സിനിമകൾ ഞാൻ പറഞ്ഞു, കുറേ പടങ്ങളുണ്ട്. നമ്മൾ അമീർ ഷാ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്ത്. അമീർ ഷായ്ക്കൊക്കെ ഒരു കുറച്ച് സീനുകൾ ഇതിനകത്തുണ്ട്. കാരണം കുറച്ചധികം സോഷ്യൽ മീഡിയയിലെ ആളുകളൊക്കെ ഇതിനകത്ത് നമുക്കുണ്ട്, കാണാൻ പറ്റും. അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത കുറച്ച് ഡയലോഗുകളും സീനുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഈ സെക്കൻഡുകൾക്ക് ഉള്ളിൽ വന്നു പോയ സ്റ്റാറിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയി. ഞാനൊരു 2 വാക്ക് പറയണം. നമ്മുടെ സ്വന്തം ആദിത്യൻ ചിറ്റൂർ, നമ്മുടെ മൂവി റിവ്യൂവറായ ആദിത്യൻ ചിറ്റൂർ ഒരു മിന്നായം പോലെ വന്നു പോകുന്നുണ്ട്. പക്ഷെ ആ മിന്നായത്തിലും കൊടുത്തിട്ടുള്ള ഒരു അല്ലേ ആ ഒരു എഫേർട്ട് അത് നിങ്ങൾ കാണാതെ പോരുത്. സ്പോട്ട് ആദിത്യൻ ചിറ്റൂർ, ഞാൻ നിങ്ങൾക്കൊരു 5000 രൂപ ഗൂഗിൾ പേ, ആദിത്യൻ ചിറ്റൂർ ഏത് സീനിലാന്നുള്ള കണ്ടുപിടിച്ച് ഞാൻ 5000 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തതാണ്. കള്ളൻ അഭിനയിച്ചു വേണ്ടല്ലേ, ലാസ്റ്റ് പൊളിച്ചിരിക്കുകയാണ്. സിനിമാക്കാരോട് ഞാൻ പ്രതിഷേധം പറയാണ്, അയാൾക്ക് ആ സീനിൽ നിങ്ങൾ കൊടുത്ത വെറും ഒരു സെക്കൻഡ് സ്റ്റാർ ആക്കി കളഞ്ഞാൽ, ഒരു സെക്കൻഡ് കൊണ്ട് മിന്നി പറയാൻ സ്റ്റാർ ആക്കി, വാൽനക്ഷത്രം പോലെ വന്നു പോയി ഇതാക്കി. അങ്ങനെ കുറച്ചുകൊണ്ട് റോള് കൊടുക്കേണ്ടിയിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഫാൻസ് ആദിത്യൻ ചിറ്റൂർ മലപ്പുറം, ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, ഞങ്ങൾ സന്തുഷ്ടരല്ല അല്ലേ, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളെ സ്റ്റാറിനെ നിങ്ങൾ ഒരു സെക്കൻഡ് മാത്രമേ കാണിച്ച് ഒതുക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടി കൊടുത്തിരുന്നെങ്കിൽ അല്ലേ ഞങ്ങളെ തകർക്കായിരുന്നു ഞങ്ങളെ ചെക്കൻ. അതിൻ്റെ ഒരു പ്രതിഷേധം കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഒരു ഡീസൻറ്റ് വാച്ചാണ്, കുഴപ്പമില്ലാത്തൊരു വാച്ച്. എന്താണെങ്കിലും ഓണമാണ്, കുറേ പടങ്ങളുണ്ട്. തിയേറ്ററിലേക്ക് തിരിഞ്ഞു നോക്കണ്ടെന്നൊക്കെ വിചാരിച്ച് നടക്കണവർ എല്ലാ പടങ്ങളും ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ലിസ്റ്റ് പറയാട്ടോ ഓണത്തിന്. ഞാനിപ്പോൾ ഈ കണ്ട 4 പടങ്ങളിൽ ഞാൻ എന്താണെങ്കിലും എനിക്ക് ഫസ്റ്റ് ഞാൻ പറയുന്നത് ലോക്കയായിരിക്കും. ലോക്കായിസ്, കാരണം എൻ്റെ ഒരു ഫ്ലേവർ വെച്ചിട്ട് ലോക്കായാണ് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക. സെക്കൻഡ് ഹൃദയപൂർവ്വം, തേർഡ് ഞാൻ ഈ പടം പറയും, നമ്മുടെ മേനെ പ്യാർ കിയെ പറയും. ഫോർത്ത് ഞാൻ ഓടും കുതിര ചാടും കുതിര പറയും. ഇനി ഞാൻ ഏതെങ്കിലും പടം കാണുകയാണെങ്കിൽ ഇനി ഈ ലിസ്റ്റ് അല്ലേ, ഇനി ഞാൻ ഈ ലിസ്റ്റ് കൂട്ടിയിട്ട് പറയാം. ഓക്കെ, എനിക്ക് അതിൻ്റെ ഇടയിൽ നമ്മളെ അർജുന അശോകൻ്റെ പടം കാണണം, അതൊന്ന് മിസ്സായിപ്പോയി. തലവര ഒന്ന് കാണണം, തലവര കാണണം എന്ന് എനിക്കൊരു ആഗ്രഹം. ഇന്ന് പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരാഗ്രഹം, എന്തായാലും ഞാൻ കാണും. അതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ വന്ന് പറയലൊന്നും ഉണ്ടാവില്ല, പടം ഞാൻ കാണും. കുറച്ച് ആൾക്കാരില്ലേ നമ്മളോട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് കയറി കാണണം. അപ്പോൾ എന്താണെങ്കിലും ഗൈസ്, ഓണം എല്ലാവരും അടിച്ചു പൊളിക്ക്, തകർക്ക്. ഓക്കെ, ഞാനും പോട്ടെ, രാവിലെ അറിയാണ് വീട്ടിൽ നിന്ന്.